ഇടിയോട്ട് കളിക്കുന്ന മനുഷ്യ തണുപ്പില് ഞാൻ കളിച്ചപ്പോ പിടിക്കാം. ഇത് പട്ടാളക്കാരൻ എന്റെ പൊന്നെ. ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, പക്ഷെ ഭയങ്കര സാധനം. ഗ്രേറ്റ് ഗ്രേറ്റ്. കേരള Bambi. Agra. ഓക്കെ ഗ്രേറ്റ്. നെക്സ്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട് മെക്സിക്കൻ പൊട്ടാറ്റോ. വേറൊരു ഫ്രൈഡ് പൊട്ടാറ്റോ ആണ്, അതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതാ ട്രീ ഓഫ് ലൈഫിന്റെ അടുത്ത് നമ്മളെ ഡേ 2 സ്റ്റാർട്ട് ചെയ്തല്ലേ വീണ്ടും. ഡേ 2 സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ തിബ്ലിസിയിലാണ് സ്റ്റിൽ ഉള്ളത്. നമ്മൾ സെയിം ഹോട്ടലിൽ തന്നെയാണ് സ്റ്റേ ചെയ്തത്. ഇന്ന് നമ്മൾ പോകുന്നത് കഹേറ്റി റീജിയനിലോട്ടാണ്. കഹേറ്റി റീജിയൻ എന്ന് പറഞ്ഞാൽ ജോർജിയയുടെ ഈസ്റ്റേൺ സൈഡിലുള്ള കിഴക്ക് ഭാഗത്തോട്ടുള്ള ഒരു റീജിയൻ ആണ്. അതായത് അസർബൈജനായിട്ട് ബോർഡർ ചെയ്യുന്ന, അസർബൈജാൻ റഷ്യയായിട്ട് ബോർഡർ ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷെ നമ്മൾ അതിന്റെ ബോർഡർ വരെ പോകുന്നില്ല. സിഗ്നാഗി, ബോത്ബേ എന്ന് പറഞ്ഞ 2 സ്ഥലങ്ങളിലോട്ടാണ് പോകുന്നത്. വൈനറി ഒരുപാടുള്ള സ്ഥലമാണ് അല്ലേ. വൈനറി ഉണ്ട്, വൈൻ സെല്ലാഴ്സും വൈൻ ടേസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. നമുക്ക് ഇവിടെ ഏകദേശം എന്തായാലും ഒരു 2 മണിക്കൂർ നേരം ഡ്രൈവ് ഉണ്ടെന്ന് തോന്നുന്നു. ഗൈഡിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ വെയിൽ കായുന്ന ജ്യോതി കിട്ടുന്ന സമയല്ലേ, ഇത് ആക്കണ്ടെന്ന് വിചാരിച്ചു, കളയണ്ടെന്ന് വിചാരിച്ചു. ഗുഡ് മോർണിംഗ്. ഫൈൻ, ഹൗ ആർ യു? സിഗ്നാഗി നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കാണ്. പ്രസാദം പുറകിൽ കയ്യേറി അല്ലേ? പുറകിൽ കയ്യേറി. യെസ്, എഡിറ്റിംഗ്. ഓക്കെ, എഡിറ്റിംഗ് വരുന്നു. he is doing editing. ഇന്നത്തെ റോഡ് ട്രിപ്പിൽ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. KTW വൈൻ ഷോപ്പ്. വൈൻ കുടിക്കാനല്ല, നമ്മൾ വൈൻ ടൂറിന് വേണ്ടി വന്നത് അല്ലേ. നമ്മളെ ഫസ്റ്റ് ഇതാ വൈൻ ടൂർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പട്ടാഡ്സൂളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്. പട്ടാഡ്സൂളി എന്ന് പറഞ്ഞാൽ നമ്മുടെ കക്കേറ്റി റീജിയനിൽ തന്നെയാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തി. ഇവിടെ അതാ കക്കേറ്റി ട്രഡീഷണൽ വൈൻ മേക്കിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ വൈനിന്റെ വീപ്പ അങ്ങനെ കറക്റ്റായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് മോൾ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ട്രഡീഷണൽ വൈൻ മേക്കിംഗ് KTW കക്കേറ്റിയൻ ട്രഡീഷണൽ KTW വൈൻ മേക്കിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ കിങ്കാലി എന്നൊക്കെ പറഞ്ഞ് ഞാൻ മുകളിൽ കാണുന്നില്ലേ, ആ ഒരു ഇതൊരു ഡംപ്ലിംഗ് ആണ് കേട്ടോ. ജോർജിയൻ ഡംപ്ലിംഗ് ആണ്. അതിൻ്റെ ഉള്ളിൽ ചീസ് അല്ലെങ്കിൽ മീറ്റ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് തരുന്ന സംഭവമാണ്. മെയിനായിട്ട് ചീസാണ് ഉണ്ടാവുക. ഇവിടെ ഇതാ വൈൻ ട്രഡീഷണൽ ആയിട്ട് വൈൻ സൂക്ഷിച്ച് വെക്കുന്ന ഇതൊക്കെ വെച്ചിട്ടുണ്ട് മരത്തിനുള്ള. ഇവിടെ ഒരു പിന്നെ ഇതല്ലേ ഊഞ്ഞാല് വാടുന്നില്ലേ, ഊഞ്ഞാല് കണ്ട അപ്പം കയറി ഇരുന്നോളും. ഇതാടി വീപ്പ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ടേബിൾ പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. കുപ്പിയൊക്കെ വെച്ച് വൈനിൻ്റെ കുപ്പീൻ്റെ സ്റ്റൈലൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് KTW വൈൻ ഷോപ്പ് കേട്ടോ. ടൂറിസം ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട് ഇവിടെ, നമ്മൾ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ എവിടെ പോയി കഴിഞ്ഞാൽ ഒരാൾ ഉറങ്ങുന്നുണ്ടാവും. ഇവർക്ക് ഏത് സമയത്ത് ഉറങ്ങാനേ സമയമുള്ളൂ തോന്നുന്നു അല്ലേ. വെയിലായാണ്. ഇന്നത്തെ ഇപ്പോൾ ചാക്കാന്ന് വെച്ച് ചവിട്ടണ്ട അല്ലേ. അതായത് ഇങ്ങനെ ട്രഡീഷണലി ഉള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോം ലാൻഡ് ഓഫ് വൈൻ കീപ് ദ ഏരിയ ക്ലീൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. മുഴുവൻ ക്ലീനായി സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഹോം ലാൻഡ് ഓഫ് വൈൻ ആണെന്ന് പറയുന്നത്. നേരത്തെ ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണുമ്പോഴേ നമ്മള് അതുപോലെ പ്രൊമീത്തിയസ് സ്പാ ആൻഡ് റിസോർട്ട് അല്ലേ, അതുപോലെ ആ ഒരു ആംബിയൻസ് അല്ലേ. ഇവിടുത്തെ മദേഴ്സ് ബ്രെഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താണ് സംഭവം? അതെ, ട്രഡീഷണലി ആക്കുന്ന നമ്മുടെ ഷോർട്ടി ബ്രെഡിന് പോലെയുണ്ട്, നീളത്തിലാക്കി വെച്ചിട്ടുണ്ട്. മദേഴ്സ് ബ്രെഡ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ സൈഡിൽ ഒട്ടിച്ചിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ കാണാൻ പറ്റും അവർ ചെയ്യുന്നത്, അതുകൊണ്ടല്ലേ അങ്ങനെ അതിനങ്ങ് ഒട്ടിച്ചു നോക്കും. അതിൻ്റെ ഉള്ളിൽ ഇവിടെ കനലുണ്ടാവും. നമ്മൾ മുന്നത്തെ ട്രിപ്പിൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ് അതെന്താ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതങ്ങനെ അവിടെ ചെയ്ത് അത് കുറച്ച് നേരം കഴിയുമ്പോൾ ബേക്കായിട്ട് കിട്ടും. നല്ല അടിപൊളി ബ്രെഡായിട്ട് ഇങ്ങനെ കയ്യിൽ വരും. നല്ല സോഫ്റ്റ് മ്യൂസിക്കൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ പുൽത്തകിടിലൊക്കെ ഇരിക്കാം കേട്ടോ. ആ കൊള്ളാം. അവിടെ ടോയ്ലറ്റ്സ് ഉണ്ട്. ഓ അത് ടോയ്ലറ്റ് ആണല്ലേ. ഇവിടെ നോക്കി നമ്മളെ കാണാം. നമുക്ക് ഒന്ന് ഉള്ളിൽ കയറാം. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ ഇങ്ങനെ കുറേ അവാർഡ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ടേസ്റ്റിംഗ് അവാർഡ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ദുബായ് ഇൻ്റർനാഷണൽ ടേസ്റ്റ് അവാർഡ്സൊക്കെ ഉണ്ട്. ഇവർക്ക് കിട്ടിയ അവാർഡുകളാണ് ഇതൊക്കെ. ആ ഒരുപാടുണ്ടല്ലോ.
ആ വൈൻ ഷോപ്പിൻ്റെ പുറകെ തന്നെ ഇങ്ങനെ കുറേ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ടൂറിന് മുന്നേ വെയിറ്റ് ചെയ്തിരിക്കാം. ഇവിടെ കാണാൻ നല്ല അടിപൊളിയാണ്. ഇവിടെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഇതൊരു ടൂർ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഏതാ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ ടൂറാണ്. നമ്മുടെ ടൂർ സ്റ്റാർട്ടായേ. KTWയുടെ ഫാക്ടറിയാണിത്. ഇതാ നമ്മളെ ടൂർ ഗൈഡ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. Hello guys, my name is Eto and I'll be your guide here in this factory. So our company name is KTW and it means Kakhetian Traditional Wine Making. And here in this factory we are not making wine. We have here just a bottling factory and a big story. So now we will go and try Georgian good wine. You ready for that? Yes. That's good. Follow me. KTW എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫാക്ടറിയിലോട്ട് നമ്മൾ പോകുന്നത്. KTW എന്ന് വെച്ചാൽ കഖേറ്റി ട്രഡീഷണൽ വൈൻ മേക്കിംഗ്. അത് തന്നെയാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ അങ്ങോട്ട് പോകാൻ നമ്മൾ ഗൈഡ് അങ്ങോട്ട് കൊണ്ടുപോവാണ്. അതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈൻ മേക്കിംഗ് അല്ല, വൈൻ ബോട്ട്ലിങ്ങിൻ്റെ പ്ലാന്റ് ആണ്. ഇവിടെ ബോട്ടിൽ ചെയ്യുന്നത് കഖേറ്റീൻ്റെ ട്രഡീഷണൽ വൈൻസ് ആണ് ബോട്ടിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് വന്നിട്ട് ഇവിടുന്ന് വൈൻ ടേസ്റ്റ് ചെയ്യാനും പറ്റും. ഫസ്റ്റ് നമ്മൾ ഫാക്ടറിൻ്റെ ഉള്ളിലോട്ട് കാണുന്നത് ഡിസ്റ്റിലറി. ഗ്ലാസ് ഒക്കെ ഗ്ലാസ് എടുത്തോ. Come on, let's go. കുടിക്കുക. വൈനിൻ്റെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള സ്ഥലമാണ്. യെസ് ഇന്ത്യ. നമസ്തേ. വൈനിൻ്റെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള സ്ഥലത്തോട്ട് ഇതാ എത്തിക്കുന്നത്. ഇതിൽ മണമുണ്ട് കേട്ടോ. വൈനിൻ്റെ മണം ഇങ്ങനെ നമ്പർ ചെയ്തിട്ട് ഇങ്ങനെ വലിയ ടാങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടാണ് ഇവിടെ. കണ്ടില്ലേ? 22, 23, 24 അങ്ങനെ ഏജ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് സൂക്ഷിച്ച് വെച്ചാണിത്. എന്തായാലും നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോവാണ്, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലത്തോട്ട്. ഇതാ നമ്മൾ 27ാം നമ്പർ വൈൻ ഇതിൻ്റെ അടുത്തുണ്ട്. Wine and then you want to buy, just remember these numbers, okay? And then I help you in the shop. So our first one will be strawberry, white dry wine, and the grape type name is also strawberry, and it's growing up west parts of Georgia and Korea. So when you will taste, you will smell like an apple, and it is good also for hangover, okay? So every person needs one bottle of this wine at home. Trust me. Yeah. വൈൻ വാങ്ങാൻ പോവാണ്. ഡയറക്റ്റ് സ്റ്റോറേജ് എന്ന് കണ്ടാ 27ാം നമ്പറിൻ്റെ ഇത്രയും വലിയതിനുള്ളിൽ നിന്നാണ് കിട്ടുന്നത്. കിട്ടിയാ വൈൻ കിട്ടിയാ? ഇങ്ങനെ റൗണ്ട് ചെയ്യാ. ഭയങ്കരമാണ്. ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് മണക്ക. എന്നിട്ട് കുടിച്ചാ? നല്ല കൈപ്പുണ്ട്. മുതൽ നോക്കിയേ. ഇവിടെ എല്ലാരും കൂടെ ആക്രാന്താണല്ലോ, നിറച്ചെടുക്കുന്നുണ്ട്. ലിറ്റിൽ ബിറ്റ് ദാൻ ദാറ്റ്. Little bit? Okay. Yeah. Okay, like this? No. I don't scared of the wine. You know, here is natural wine. You have to enjoy in Georgia, you know? അപ്പോൾ ഇഷ്ടംപോലെ തന്നിട്ടുണ്ട്. ഡെസേർട്ട് വൈൻ എന്നാണ് ഡെസേർട്ട് വൈൻ ആണല്ലേ? ഡെസേർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വൈൻ ചോക്ലേറ്റിന്റെ കൂടെ കഴിക്കണം എന്നാണ്. ചോക്ലേറ്റ് എവിടെ? ചോക്ലേറ്റ് ഉണ്ടോ? എന്നാ പിന്നെ കുടിച്ചോ. ഇത് കൊള്ളാടേ. ഇനി ചെറിയ മധുരമുണ്ട്. വെറുതെ ഡെസേർട്ട് വൈൻ എന്ന് പറഞ്ഞാൽ. Wine is also limited and we have no export of this wine. You can buy just here in Georgia and it's not a problem. You can take in your country. Of course, if your country have no problem, but if they have, you can drink all of them here in Georgia. Get a drunk and have a fun, okay? Yeah. Good. And I'll teach you one thing. You know what means Gaumar Jos? No. Gaumar Jos, it means cheers. Right. Gaumar Jos. We will say now together, Gaumar Jos, okay? And loudly, I'll teach you. Just I'll give you wine and just wait for everyone, okay? ഓക്കെ. Few minutes. Please. ഇത് റെഡാണ്. റെഡ് വൈൻ ആണല്ലേ? Jos. നമ്മളിപ്പോൾ ചേസ് പറയാൻ പോവാണ്. ഇതിൽ ജോർജിയനിൽ. I will say Gaumar, you will say Jos. Read Jos, times okay. and loud, not like Jos. Okay. Okay? Loudly, loudly. 1, 2, 3. Sakartvelos, Gaumar. Jos! Gaumar. Jos! Gaumar. Jos!
നല്ല ഓളമാണ്. നമ്മൾ ഈ സൈഡിൽ നിന്ന് ഒരു 4 ടൈപ്പ് വൈൻ ഇപ്പോൾ ടേസ്റ്റ് ചെയ്തു. 2 റെഡ് വൈനും 2 വൈറ്റ് വൈനും ടേസ്റ്റ് ചെയ്തു അല്ലേ. വൈൻ ടേസ്റ്റിംഗ് കൂടെ കഴിഞ്ഞ് 5 വൈനോടെ ടേസ്റ്റ് ചെയ്യുന്നല്ലേ. ലാസ്റ്റ് ചാച്ച ട്രൈ ചെയ്യാനുള്ള ധൈര്യം നമുക്കില്ലാത്തതുകൊണ്ട് തൽക്കാലം അത് ട്രൈ ചെയ്യാതെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ പുറത്തിറങ്ങി നമ്മൾ നേരെ ഷോപ്പിലോട്ട് പോവാണ് തിരിച്ച്. ഇതാണ് ഫാക്ടറി വരുന്നത്, KTWയുടെ. നല്ല എക്സ്പീരിയൻസ് അല്ലേ, ഗൈഡ് കൊള്ളാം, പൊളിയാണ്. ഓളം തന്നെ ഓളം. വൈൻ ഇങ്ങനെ നിരയായി വെച്ചിട്ടുണ്ട് ലോഡ് എടുത്ത് പോകാൻ വേണ്ടിയിട്ട്. വലിയ ട്രക്ക് വന്നിട്ട് ഇവിടുന്ന് ലോഡൊക്കെ എടുത്തിട്ട് പോകുക. ഇവിടുന്ന് നമ്മൾ ബോട്ടിൽ ചെയ്യും, എല്ലാം സൂക്ഷിച്ച് വെച്ചത്. ഇത് സ്റ്റോറേജാണ്, സ്റ്റോറേജിൽ നിന്നാണ് നമ്മൾ ട്രൈ ചെയ്തത്. ഇനി അവിടുന്ന് ഇതാ ബോട്ടിൽ ചെയ്തിട്ട് ഇതാ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് വണ്ടി കയറ്റിട്ടെല്ലാം കൊണ്ടുപോകും. നമ്മൾ ട്രൈ ചെയ്ത വൈനിൻ്റെ നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ആ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വൈന് അവരിവിടെ നിർത്തി. ഇവിടുന്ന് വൈൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് പൈസയൊന്നും ഇല്ല കേട്ടോ, ഫ്രീ ആണ് എൻട്രി. കാണാനും ഇതിനൊക്കെ വൈൻ ടേസ്റ്റ് ചെയ്യാനൊക്കെ ഫ്രീ എൻട്രി ആണ്. ഇവിടുന്ന് വൈൻ വാങ്ങണമെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ മതി. ഇവിടുത്തെ മദേഴ്സ് ബ്രെഡിൻ്റെ അടുത്ത് തന്നെ ഇത് ബാർബിക്യൂ സ്ഥലമുണ്ട്, ബാർബിക്യൂ ചെയ്തിട്ട് കൊടുക്കുന്നത്. അവിടെയും നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ പറ്റും. ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട് ഒരാൾ. ഈ ഫോട്ടോസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് പോയി കാണാൻ പറ്റും കേട്ടോ. ഓൺ ദ വേ ടു സിഗ്നാഗി നമ്മളിങ്ങനെ നിർത്തിയിട്ടുണ്ട്. നാടൻ സ്ട്രോബെറി വെക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ. വേണം വാങ്ങിക്കാം, നല്ല സാധനമാണെങ്കിൽ. ഇത് നല്ല മധുരമുള്ളതാണെന്നാണ് പറഞ്ഞത്. 5 ലാരയാണ്. 5 ലാരയ്ക്ക് ഇതാ ഒരുപാടുണ്ട്. ആ ഇതിൽ വയ്ക്കാനാ? ഇതിൽ വെച്ചാൽ പിന്നെ ഇത് മുഴുവൻ കഴിക്കേണ്ടി വരില്ലേ? വെള്ളം ഒഴിച്ചതാ ഈ സ്ട്രോബെറി മുഴുവൻ കഴിവാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. അതായത് ജോർജിയൻ ഐഡിയ ആണ് പ്രസാദ. ഫുൾ സെറ്റ് ആണെന്ന് തോന്നുന്നു. ആര് വന്ന് വാങ്ങിച്ചാലും പെട്ടെന്ന് ഇതൊക്കെ സെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കഴുകി വെള്ളം കളഞ്ഞിട്ടുണ്ട്. ഇതാണ് ഐഡിയ അല്ലേ? അയാള് വായിലിരിക്കുന്ന ബീഡിയും കൂടി കവറിനകത്ത് വീഴുമോ എന്നാണ് എൻ്റെ ഒരു സംശയം. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. നല്ല മലനിരകളിലൂടെ പച്ചപ്പിൻ്റെ ഇടയിലൂടെ ഒക്കെ വന്നിട്ട് നമ്മളിതാ ബോധ് ബേ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മോണസ്ട്രി വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ നമ്മളിത് മുകളിലൂടെ പാർക്ക് ചെയ്തു. ഇവിടെ കുറേ പള്ളികളും അതുപോലെ മോണസ്ട്രികളും അതൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ആ മോണസ്ട്രി വിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇത് ബോധ് ബേ മോണസ്ട്രി ഓഫ് സെൻറ്റ് നിനോ എന്നാണ് പറയുക. സെൻറ്റ് നിനോയുടെ ബോധ് ബേ മോണസ്ട്രി. ഇത് ജോർജിയൻ ഓർത്തഡോക്സ് മോണസ്ട്രി കോംപ്ലക്സ് ആണ്. എവിടെയാ? ഓ വാവ്. ഇതിനുള്ളിൽ വേറെ തന്നെ പച്ചല്ലേ? ഇത് ഡാർക്ക്, കുറച്ച് ലൈറ്റ് പുറത്ത്. രക്ഷയില്ലാത്ത നിൽക്കുന്നല്ലേ. പക്ഷെ കാമൻ കോയറ്റെ. വലിയ വലിയ പൈൻ മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടല്ലേ. പൈൻ മരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ആ സൈഡിലോട്ടൊക്കെ മുഴുവൻ പൈൻ മരങ്ങളാണ്. എനിക്ക് വയറ് നോക്കിയേ, ആ ബിൽഡിങ്ങിനകളെ വരുന്നുണ്ട്. ഈ മോണസ്ട്രി 9ാമത്തെ നൂറ്റാണ്ടിലാണ് ഉണ്ടാക്കിയത്. അത്രയും പഴയതാണ്, അത്രയും ചരിത്രങ്ങളുള്ള ഒരു സ്ഥലമാണ്. 17ാം നൂറ്റാണ്ടിൽ ഇതിന് കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിൽ ഇത് ഒരു ഹോസ്പിറ്റലായിട്ടും വർക്ക് ചെയ്തതാണ്. പിന്നെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായ സമയത്ത് ഇത് വീണ്ടും തിരിച്ച് മോണസ്ട്രിയനായി മാറി. തട്ടായിട്ട് എന്തെങ്കിലും പച്ചപ്പോ ഇതോ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തുള്ളിക്കൊള്ളും. എന്താന്നറിയില്ല, ഇപ്രാവശ്യം ജോർജിയ വന്നപ്പോഴേ മൊത്തം ഒരു റീലിനുള്ള ഒരു മൂഡ് തന്നെ. ഇതിന് ഇവിടെ നിന്ന് എന്ത് റീലാണ്? എന്തെങ്കിലുമൊക്കെ വരും. അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ മതിയേ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് റീലും സ്റ്റോറീസ് ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു. എന്നെ കൊണ്ടും കോപ്രായങ്ങൾ കാണിപ്പിക്കുന്നുണ്ട്. എന്റെ കോപ്രായം കാണണമെങ്കിലും ഫോളോ ചെയ്താൽ മതി. എണീറ്റോ മതി, ഫോട്ടോ ഒക്കെ എടുത്ത്. ഇത് പട്ടാളക്കാര് വെള്ള ഡ്രസ് പച്ചയായ ഇല്ല. ഇത് നോക്ക് എന്തുമാത്രം റോസ് ആണെന്ന്. ഡിഫറെന്റ് കളറല്ല. ഇതൊക്കെ വലിയ എന്തോന്നടേ ഇത്, ഒരു രക്ഷയില്ല. നോക്ക് വലിയ റോസ്. സൈഡിൽ കൂടെ ഇങ്ങനെ പടിയുണ്ട് അല്ലേ? വെള്ള റോസ്, മഞ്ഞ റോസ്. മൊട്ട് വിരിഞ്ഞ് വരുന്ന ഇഷ്ടംപോലെ. ഒരു കമ്പിന്റെ കനം കണ്ടോ, നല്ല തിക്കാണ്.
നോക്ക് ആ റോസിനൊക്കെ വലുപ്പം നോക്ക്. ഇത് പനിനീർ റോസ് പോലെ ഉണ്ടല്ലോ. ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിതാ നെക്സ്റ്റ് ഹോളി സ്പ്രിങ് പോകാൻ പോകണം. ഇത് ഡേഞ്ചറാണെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് ആൾക്കാരിതാ ഇങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുള്ള് ഷൂസ് മുഴുവൻ ചളിയാവും. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ചളിയാണ് കേട്ടോ. താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ചളി വിളിയാണ്. അവിടെ ക്ലോസ്ഡാണ്. എനിക്കൊന്ന് അങ്ങോട്ടാണ് സ്പ്രിങ് ഉള്ളതെന്ന് തോന്നുന്നു. പക്ഷേ ഈ ചളിയിലൂടെ അങ്ങോട്ട് നടക്കാൻ പറ്റില്ല. അതുപോലെ അവിടെ ഗേറ്റ് ക്ലോസ്ഡും ആണ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് മുകളിലോട്ട് പോയി നോക്കാം. മുകളിലോട്ട് പോയി നമ്മൾ വീണ്ടും അവിടെ കയറിയ സ്ഥലത്ത് തന്നെ എത്തേണ്ടതാണ്. താഴോട്ട് വരേണ്ട വഴിയാണിത്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ആട് പോലത്തെ കുറേ നോക്കട്ടെ, മണം നോക്കട്ടെ. ഓ വടിയിൽ മുള്ളാണ്ടാ. കമ്മ്യൂണിസ്റ്റ് കാടല്ല, പക്ഷെ അത് മുള്ളുള്ളതാ അടിയിൽ. ചെറിയ 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 മുള്ളുണ്ടെന്ന് തോന്നുന്നു. തരിപ്പ് കൈക്കൊക്കെ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, പക്ഷേ ഭയങ്കര സാധനം. എന്താണ് ഈ വഴി തന്നെ പോകുന്നോ? സ്പ്രിങ് കാണാനുള്ള ആഗ്രഹവും മാറ്റി വെച്ചിട്ട് നമ്മളിതാ മുകളിലോട്ട് പോവാണ്. ഫുള്ള് വേണ്ടാത്ത പണിയെടുത്ത് ചളി മുഴുവനാക്കി ചെരുപ്പിൻ്റെ തടി മുഴുവൻ ചളിയാക്കിയിട്ടുണ്ട്. മോസ്റ്റ്ലി സൈഡിലായിട്ട് ഇത് ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. നമ്മൾ ഗിഫ്റ്റ് ഷോപ്പിനുള്ളൊന്നും കയറി നോക്കട്ടെ എന്തൊക്കെയുള്ളതെന്ന്. മോണസ്ട്രീൻ്റെ പുറത്ത് തന്നെ കുറച്ച് കോഫി ഷോപ്പുകളും അതുപോലെ സൊവനീസ് വാങ്ങാനുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട്. അതുപോലെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങാൻ പറ്റും. ഇത് അവിടെ ഒരു നഴ്സറി പോലെ ഉണ്ട് അല്ലേ, അവിടെ ചെടികൾ വെക്കുന്നുണ്ട്. അതിനകത്ത് അവർ മരുന്ന് കളിച്ചു കൊടുക്കുന്നത്. സൗത്ത് ബേ മോണസ്ട്രിയിൽ നമ്മളിതാ വിടാൻ പോവാണ്. നമ്മളെ ഷോട്ട് ഇവിടെ ഇരുന്ന് ബോറടിച്ചിരിക്കുന്നുണ്ട്. ബോട്ട് സിറ്റിംഗ് ഹിയർ. സോ വേർ ആർ യു ഗോയിങ് നെക്സ്റ്റ്? സിഗ്നായ്. ഓക്കെ. ഇവിടെ സിപ്പ് ലൈനൊക്കെ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. സിഗ്നാഗിൻ്റെ അടുത്ത് അത് അവിടെ ബഗ്ഗിയൊക്കെ ഉണ്ട്. സിപ്പ് ലൈനിന് അവർ 50 ലാറിയാണ് പറഞ്ഞത് ഒരാൾക്ക്. അങ്ങ് പോയിട്ട് താഴോട്ട് ഇറങ്ങും. നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പോകാമെന്നാണ് പറഞ്ഞത്. നമുക്കിപ്പോൾ തൽക്കാലം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നില്ല അല്ലേ. സിഗ്നാഗി ഓൾഡ് ടൗൺ ആണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ട് വരുന്നത്. സിഗ്നാഗി ടൗണിലൂടെ ഇങ്ങനെ നല്ല രസമുണ്ട്. ഇവിടെ ചെറിയ റോഡൊക്കെ ആയി. ചൈനയിലെ ഗ്രേറ്റ് വാൾ ഉള്ള പോലെ ഇവിടെ സിഗ്നാഗിയിൽ ഇങ്ങനെ ഒരു വാളുണ്ട്. സെയിം അതുപോലെ തന്നെ ഇങ്ങനെ ഫുള്ള് റൗണ്ട് ചെയ്തിട്ട് നമ്മളതാണ് കാണാൻ പോകുന്നത്. ഇതാണ് സിഗ്നാഗി ഗ്രേറ്റ് വാൾ, ചൈനീസ് ഗ്രേറ്റ് വാൾ. അതായത് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന പോലത്തെ സെയിം സംഭവമാണ് ഇവിടെ ഉള്ളത്. 18ാമത്തെ സെഞ്ചുറിയിൽ ഉണ്ടാക്കിയൊരു വാളായിരുന്നു. ഇതിന് ചുറ്റും സിഗ്നാഗി എന്ന് പറഞ്ഞ സ്ഥലത്തിന് ചുറ്റുമുള്ളതായിരുന്നു. ഏകദേശം 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറേയൊക്കെ പൊളിഞ്ഞു പോയി. അതിൽ ചെറിയൊരു സെക്ഷൻ മാത്രം റീസ്റ്റോർ ചെയ്തിട്ട് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള സംഭവമാക്കി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറാൻ പറ്റും അല്ലേ. ഇതൊരു അഡ്വഞ്ചറസ് സംഭവമാണ്. ഇതിലെ താഴെ കൂടെ ഇറങ്ങണേ. താഴോട്ട് ഇറങ്ങാം, താഴോട്ടും ഇറങ്ങാം. ഓക്കെ. പക്ഷെ അതൊക്കെ ഇടിഞ്ഞു വീണിട്ടുള്ളൂ. ഇതിങ്ങനെ ഒരു പഴയ പടിയാണ് കയറി പോകാനുള്ള കോണി. കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒന്ന് ഇടിഞ്ഞു പൊളിഞ്ഞാണ്. ഇവിടെ ചവിട്ടണ്ട കേട്ടോ. ഈ സൈഡിലോട്ട് കയറിക്കോ. ഓക്കെ. പക്ഷെ ഇവിടുന്ന് മുകളിലോട്ട് കയറാൻ പറ്റില്ല. ഇവിടം വരെ കയറാൻ പറ്റും കേട്ടോ. മുകളിലോട്ട് കയറാൻ മറ്റേ സൈഡിൽ കൂടെ തന്നെ പോകണം. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കാണാം. അതൊക്കെ ഇറങ്ങിക്കോ. മരങ്ങളൊക്കെ പിന്നെ ദ്രവിച്ച് ഏകദേശം ആയിട്ടുണ്ട്. തീരുമാനമായിട്ടുണ്ട്. കണ്ടോ ഇതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. നമുക്ക് പുറത്തിറങ്ങി ഇതിലൂടെ മുകളിലോട്ട് കയറാം. വാ. നമ്മൾ ഗുഡുവാരി പോകുന്ന വഴിക്ക് ഒരു മോണസ്ട്രി കയറിയിട്ടില്ല അല്ലേ. അതുപോലൊരു സംഭവം തന്നെ അല്ലേ. ഇത് മോണസ്ട്രി ആണ്, ഇത് വോളാണ്. വോള് ചില്ലറ എന്നല്ല കേട്ടോ. അങ്ങ് വരെ നടക്കുന്നുണ്ട്. ഇതാ അങ്ങ് അവിടെയൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ പോവാ. ഏകദേശം 5 കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ ഡിസ്റ്റൻസ്. പക്ഷെ ചെറിയൊരു ഏരിയ മാത്രമേ ആൾക്കാർക്ക് കയറാൻ പറ്റുന്ന തരത്തിലുള്ളൂ. ഇപ്പോൾ അവിടെ ഉണ്ടല്ലോ അങ്ങ് ഇവിടെ 2 ടൈപ്പ് ഗ്രീൻ കാണുന്നില്ലേ. ഈ ഗ്രീനിന്റെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേഘം കൊണ്ട് മറഞ്ഞാണ് കേട്ടോ. ആ സ്ഥലത്ത് മേഘം കൊണ്ട് മറിഞ്ഞിട്ട് അവിടെ വെളിച്ചില്ല. അതുകൊണ്ടാണ് ഗ്രീനറി വേറെ. ഇവിടെ വെയിലുണ്ട്. വാവ്. എന്തായാലും മഴമേഘം വരുന്നുണ്ട്. മഴ പെയ്യോ എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. ചെറിയ മിന്നലും ഇടിയൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്താൽ പണി കിട്ടും അല്ലേ. ഈ ഒരു സെക്ഷൻ മാത്രം അവർ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഇരുമ്പോണ്ടുള്ള ഒരു സൈഡ് റെയിലൊക്കെ പിടിപ്പിച്ചിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുള്ള ആൾക്കാർക്ക് വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടുള്ള ഏരിയയിലൊന്നും അങ്ങനെ ഇല്ല. അങ്ങ് അവിടെ അങ്ങനെ വാള് പോകുന്നത് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആക്സസ് ഇല്ല. അവിടെ ഓൾമോസ്റ്റ് കല്ലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുകയാണ്. ദൂരെ അതാ സിഗ്നാഗി ടൗൺ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതൊക്കെ സിഗ്നാഗി ടൗണിൻ്റെ ഭാഗമാണ്. നമ്മളിതിലൂടെ അങ്ങനെ വന്നത്. നമ്മൾ ഗോരിയിലൊക്കെ പോയ സമയത്തുള്ള ആ ഒരു ലുക്കായിരുന്നു അതിലൂടെ വരുന്ന സമയത്ത്. സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ടാണ് ഇവിടെ പച്ചപ്പ് കാണുന്നത് കേട്ടോ. നമ്മൾ അന്ന് വന്ന വിന്റർ ടൈമിലാണ് ഇങ്ങോട്ട് വന്നിട്ട് ഈ പച്ചപ്പൊന്നും കാണില്ലായിരുന്നു. കംപ്ലീറ്റ് മഞ്ഞ് മൂടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസ്. സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് ആ ഒരു ഗ്രീനറി നമുക്ക് നല്ലോണം ആസ്വദിക്കാം അല്ലേ. അടിപൊളിയാണ്. അതെന്താ അവിടെ ഒരു ഹട്ട് പോലെയൊക്കെ ആക്കിയിട്ടൊക്കെ എനിക്ക് തോന്നുന്നു എന്തൊരു റിസോർട്ടോ അങ്ങനെ തോന്നുന്നു.
നോക്ക് കണ്ടാ ബബിള് പോലെ ഇങ്ങനെയുണ്ട്. ബബിൾ സ്റ്റേ ആയിരിക്കും. ഇത് നമുക്ക് ഓണത്തിന് പൂവിടാൻ വേണ്ടിട്ട് ഉപയോഗിക്കാമല്ലോ. നീലയുണ്ട്, വയലറ്റ് ഉണ്ട്. ഷോ ഇതൊക്കെ മറ്റേ നമ്മള് കോളേജ് പഠിക്കുന്ന സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ അല്ലേ? തകർക്കുമായിരുന്നല്ലേ. ആ ഇവിടെ മുഴുവൻ ഇതാ വണ്ടാണ്. വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നില്ലേ? അതാ സ്പ്രിംഗ് സീസണിന്റെ പ്രത്യേകതയാണ് ഇതെല്ലാം. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ്. ഇതൊക്കെ ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, നീല കളറല്ലേ? നീലനല്ലേ? ഈ പറഞ്ഞ പേരുണ്ട് ഇനി കളറിന്റെ പേരൊന്നും കറക്റ്റ് പറഞ്ഞില്ലേ? നമ്മളെ ആ പുല്ലല്ലേ നാട്ടിലുള്ള? ഈ പുഴയും കടന്ന സിനിമയ്ക്കകത്ത് കുറെ ഉണ്ടല്ലേ. നമ്മളെ നാട്ടിലാണെങ്കിൽ ഇത് കുറച്ച് ഇത് ഇങ്ങനെ ആക്കിയിട്ട് ആക്കല്ലേ? എന്തൊന്നൊരു കളി ഉണ്ടല്ലോ. ഉണങ്ങണം തോന്നല്ലേ? നല്ല കിട്ടുള്ളൂ. പച്ചയാണ്, കിട്ടുന്നില്ല. And we will plan to visit India in November Okay. this year. Great. Kerala. Kerala, Bombay, yes, Agra. Okay, great places. Varanasi. Yes, she visited Varanasi, Jaipur, and Agra, Delhi. ഓക്കെ. ഇത് നമ്മളെ കസാക്കിസ്ഥാൻ എന്നുള്ള 2 ആൾക്കാരെ കണ്ടിരുന്നു. ഹായ്. നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ട്. ലവ് ഫ്രം കസാക്കിസ്ഥാൻ. Thank you. യെസ്, താങ്ക് യു. ഇതാ ഇവിടുന്ന് ഒരു മുത്തശ്ശിനെ കണ്ടിരുന്നു. അവർക്ക് കേൾക്കാൻ പറ്റില്ല എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ. അവര് നമുക്കൊരു ഇത് തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ വാങ്ങി ആക്ച്വലി ഒരു പൂവ്. ബൈ. അടിപൊളി. വാട്ട് ഈസ് നെയിം? ടൂട്ട. ഒറിജിൻ ടൂട്ട. ഇതാണ് സാധനം, ടൂട്ട. മറ്റേത് നമ്മളെ മൾബറി. ടൂട്ട. അതിനാ മധുരം, പുളിയാ. ഓക്കെ, ഇത് കൊള്ളാം. ടൂട്ട. പത്തിലാറി. ഇതാ ഇവിടെ ഇത് കണ്ടില്ല? പക്ഷെ താൽക്കാലികമായി ജോർജിയയിൽ നിർത്തിയിട്ടുള്ളത്. അതെയോ? അന്ന് കുറച്ച് ആക്സിഡന്റ് കേസസ് വന്നു. ഇവിടെ പാരാഗ്ലൈഡിങ് ഇതിന് മുകളിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതാണ് ഇവിടെ പാരാഗ്ലൈഡിങ്ങിന്റെ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അടിപൊളി. ഗ്രേറ്റ് വാൾ ഓഫ് സിഗ്നാഗിന്ന് ഇതുവഴിയാണ് നമ്മൾ പോയത് കേട്ടോ. അതുവഴി നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. നമ്മൾ ഇതുവഴിയാണ് പോയത്. ഇതാണ് സിഗ്നാഗി സിറ്റി സെൻറ്റർ. ഇവിടെ ഹോട്ടൽ സിഗ്നാഗി ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു വലിയൊരു സ്റ്റാച്യു ഉണ്ട്. ഇവിടെ നമുക്ക് ടൂർസ് ആൻഡ് സിഗ്നാഗി ഉണ്ട്. അങ്ങനെ ഈ ഒരു വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ടൂറൊക്കെ ഇവിടെ എല്ലാ സ്ഥലത്തും കൊണ്ട് കാണിച്ചു തരും. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കുറേ. എനിക്ക് തോന്നുന്നു എല്ലാം ജോർജിയൻ സ്റ്റൈൽ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇതെങ്ങനെ ടൂർ പോകുന്നതിന് അവർ 2 ആൾക്ക് 50 ലാറിയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പ്രൈസ് ചോദിക്കുന്നേ ഉള്ളൂ. നമുക്ക് എല്ലാം ടൂർ അടിക്കാനുള്ള സമയമില്ല അല്ലേ? എല്ലാം ഇതും ഒരു ഓട്ടപ്പാച്ചിലായി പോയി. സോളമൻ ഡോഡാഷ്വിലി സോളമൻ ഡോഡാഷ്വിലി ഒരു ഫിലോസഫറാണ്, ജോർജിയൻ ഫിലോസഫർ. അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു ആണിത്. ഇത് World War II മെമ്മോറിയലാണ്. ഇത് ഈ സ്റ്റാച്യൂയുടെ തൊട്ടടുത്ത് തന്നെയുള്ളത്. ഇതിലിങ്ങനെ പേരുകൾ കൊത്തിയിട്ടുണ്ട്. ഇവിടെ ജോർജിയയിൽ മരിച്ച ആൾക്കാരുടെ പേരുകൾ, അതായത് World War II മരിച്ച ആൾക്കാരുടെ പേരുകളാണ് ഇവിടെ കൊത്തിവെച്ചിട്ടുള്ളത്. എല്ലാവരുടെ പേരുകൾ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. ഇങ്ങനെ എൻഡ് മുതൽ ആ എൻഡ് വരെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കുറേ. ഇത് വേറൊരു മോണുമെൻ്റാണ്, April 9 മോണുമെൻ്റ് എന്ന് പറയുന്നത്. ഇത് ആൻറ്റി സോവിയറ്റ് പ്രൊട്ടസ്റ്റിന് ആ സമയത്ത് 20 പേര് കൊല്ലപ്പെട്ടിരുന്നു. അതിന് ഉള്ള മോണുമെൻ്റാണിത്. ഈ World War II മെമ്മോറിയൽ ആരോ ബൊക്കെയൊക്കെ വെച്ച് പോയിട്ടുണ്ട്. അത് താഴെ കുറച്ച് മെഴുകുതിരിയൊക്കെ ഉണ്ട്. ഇങ്ങനെ മെമ്മോറിയൽ ആണ്ട് ആരോ കൊണ്ടുവച്ച് പോയതാണ്. ഒരു കാം ആൻഡ് പീസ്ഫുൾ സ്ഥലം അല്ലേ? നല്ലൊരു തണുപ്പ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം മഴ പെയ്യാനുള്ളൊരു ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു ഫീലുള്ള സ്ഥലമാണ്. പിന്നെ ഈ ടൗണിൽ നമ്മൾ ആ മോണുമെൻ്റൊക്കെ കണ്ട് അവിടെ സിറ്റി സെൻറ്ററൊക്കെ ഒന്ന് കറങ്ങിയല്ലേ. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലോട്ട് വന്നിട്ടുള്ളത്. തൊട്ടടുത്ത് കുറച്ച് മുകളിലോട്ട് കയറിയിട്ട് ഇതിൻ്റെ കോട്ടയൊക്കെ പോലെയാണല്ലോ. നോക്കിയേ അല്ലേ? സെറ്റപ്പാണല്ലോ. നമ്മളിതാ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. ഇതാണ് റെസ്റ്റോറൻറ്റ് ബുർജി എന്നാണ് പേര് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴെയാണ് നമുക്ക് കഴിക്കേണ്ടത്. ഓർഡർ ചെയ്യണം. മഴ പെയ്യുന്നതിൻ്റെ മുന്നേ പോയിട്ട് മുകളിൽ പോയിട്ട് വേണ്ട ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്നു എന്ന് പറഞ്ഞു ഷോട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ കയറിയിട്ട് ഇത് കൊള്ളാലോ. ശരി, മഴ ഇല്ലെങ്കിൽ ഇവിടെ മുകളിലിരിക്കായിരുന്നല്ലേ. നല്ല ലുക്കായിരുന്നു സംഭവം. മഴ നിരങ്ങളാൽ ചുറ്റപ്പെട്ട് അല്ലേ. തൊട്ടടുത്തൊരു കോട്ടയും. ഇതാ വാളിൻ്റെ പാട്ടാണെന്തോ.
സിഗ്നാക്കി വാളിൻ്റെ ഭാഗത്താകാനാണ് ചാൻസ് ഇട്ടത്. ഇതിൻ്റെ ഉള്ളിൽ വേറെ റെസ്റ്റോറൻറ്റ് കൂടെ ഉണ്ട്. നമ്മൾ പോകുന്നത് അതിൻ്റെ ഉള്ളിലത്തെ അല്ല, പുറത്തുള്ളതാണ്. ബുർജി എന്നാ പേര്. പനീർ ബുർജി, എഗ് ബുർജി ഒക്കെ കിട്ടുന്നു. അവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടോ? അവിടെയൊക്കെ നമുക്ക് മഴ പെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പൊളിച്ചടക്കി കേട്ടോ. സന്തോഷം നിൽക്കാൻ പറ്റുന്നില്ല. നമ്മളത് റെസ്റ്റോറൻറ്റ് ഉള്ളിലോട്ട് കയറാൻ പോകാം കേട്ടോ. ഇതാണ് റെസ്റ്റോറൻറ്റ് വ്യൂ. ഇവിടുത്തെ ബാറാണ്. കയറുമ്പോൾ തന്നെ കഫേ ശീശയൊക്കെ ഉണ്ട്. ശീശ കുടിക്കാം. ഇവിടെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഉള്ളിൽ കയറി നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. ഓൾറെഡി ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ബുർജി റെസ്റ്റോറൻറ്റിൻ്റെ മെനു കേട്ടോ. നമ്മൾ ഇതിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് എന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ കിട്ടുമെന്ന് അറിയില്ല. കുറേ എന്തൊക്കെ സാധനം എന്തായാലും വരുന്നുണ്ട്. ഇതൊക്കെയാണ് സാധനം. ഇവിടെ കണ്ടിടത്തോളം നമ്മൾ ടിബിലിസി കണ്ടതിനേക്കാൾ റേറ്റ് കുറച്ച് കുറവാണ്. കുറേ എന്തായാലും വെജിറ്റേറിയൻ ഓപ്ഷൻ ആയാലും ഇഷ്ടംപോലെ ഉണ്ട്. സാലഡ്സ് അല്ലെങ്കിൽ പിന്നെ മെയിൻ ഡിഷസിലായിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് ബീൻസിൻ്റെ പോട്ടിൻ്റെ ഒരു വെറൈറ്റി ഇവിടെ കണ്ടു. ബീൻസിൻ്റെ പോട്ട് വാൽനട്ട്. ഓക്കെ. വെരി ലെസ്. ടിബ്ലിസിലുള്ളതിനേക്കാളും കൂടുതൽ വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഈ റെസ്റ്റോറൻറ്റിൽ ഉണ്ടെന്ന് പറയുന്നത്. ഇവിടുത്തെ കണ്ടോ, സ്പൈനാച്ച് വിത്ത് വാൾനട്ട്, എഗ് പ്ലാന്റിനെ കൊണ്ടുള്ള സാലഡ് വന്നിട്ടുണ്ട്. അതുപോലെ ഇതാ ബ്രെഡ്, ഷോർട്ടി ബ്രെഡും വന്നിട്ടുണ്ട്. നമ്മുടെ ലെമനേഡും വന്നിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് സാധനം കൂടെ വരാനുണ്ട്. എക്സ്പ്രഷൻ കിട്ടുമോ നോക്കട്ടെ. എന്താണ് എഗ് പ്ലാന്റ് തന്നെ തിളച്ച് മറിയുന്ന നമ്മുടെ ബീൻസിൻ്റെ പോട്ട് വന്നിട്ടുണ്ട്. ബീൻസിൻ്റെ പോട്ട് വിത്ത് വാൽനട്ട് അല്ലേ. വേറെയും സാലഡ് വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കഴിച്ച സാലഡാണ് പോലെ. അതിൻ്റെ സൈഡിൽ ഒരു ചില്ലി വെച്ചിട്ടുണ്ട്. ഡെക്കറേഷൻ അല്ല, എരിവാണെന്ന് പറയുന്നത്, സ്പൈസി ആണെന്ന് പറഞ്ഞുകൊണ്ട്. എങ്ങനെയുണ്ട് ഇന്നത്തെ ബീൻസിൻ്റെ പോട്ട് വിത്ത് വാൾനട്ട്? ഇത് കിഡ്നി ബീൻസ് ആണോ അല്ലേ? നമുക്ക് അടിപൊളിയായിരിക്കുന്നുണ്ട്. ചെമാലി സോസ് ചെറിയ വ്യത്യാസമുണ്ട്. മുന്നേ പച്ച കളറായിരുന്നു, ഇതിപ്പോൾ ചുവന്ന കളറാണ്. കുറച്ച് പുളിയുടെ സാധനം. രണ്ട് ടേസ്റ്റ് ഉണ്ട്. ഇത് കൊള്ളാം, ഇത് ഇഷ്ടപ്പെട്ടു. ഇന്നലത്തെ വേറെ തന്നെ ടേസ്റ്റ് ആയിരുന്നു അല്ലേ? പിന്നെ നമ്മൾ ബ്രെഡ് ഇന്നലത്തെ ഷോർട്ടി ബ്രെഡ് അല്ല, കുറച്ചുകൂടെ സോഫ്റ്റ് ബ്രെഡാണ്. കുറച്ചുകൂടെ സോഫ്റ്റ് ആണ്. മദേഴ്സ് ബ്രെഡ്. ഓക്കെ. ഇത് ഷോർട്ടി ബ്രെഡ് അല്ല, ഇത് മദേഴ്സ് ബ്രെഡാണ്. അതുകൊണ്ടാണ് കുറച്ച് സോഫ്റ്റ്. അമ്മയുടെ സ്നേഹം കൂടി ഉണ്ടായിട്ടില്ല. ബാർബക്യൂ ചിക്കനും വന്നിട്ടുണ്ട്. അതുപോലെ ഇത് ഒരു സ്പെഷ്യൽ സാലഡാണ്. ഇന്നലെ നമ്മൾ കഴിച്ചത് ഇതിൻ്റെ ഒന്നിച്ച് വാൽനട്ടും കൂടി ഇല്ലായിരുന്നു. ഇത് വാൽനട്ട് ഇല്ലാത്ത ഹോം മെയ്ഡ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചുള്ള സാധനമാണ്. സ്പെഷ്യൽ ടേസ്റ്റാണ് പറയുന്നത്. വേറൊരു സാലഡ് വന്നിട്ടുണ്ട്. ഇത് ജോർജോളി എന്ന് പറഞ്ഞ സാധനമാണ്. ഓക്കെ. ഇത് ജോർജോളി എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് ജോർജിയൻ സാധനമാണ്. അതുപോലെ ഇതൊക്കെ പിക്കിൾസ് ആണ്, ടൊമാറ്റോ. അതുപോലെ ഇത് ക്യാബേജ്, ഓണിയനും കുക്കുംബർ, അതൊക്കെയാണ്. ഒരു സാലഡ് പോലെ സാധനം. ഇത് ബീൻസിൻ്റെ പോട്ടിന് ഒന്നിച്ച് ബെസ്റ്റ് സാധനമാണെന്ന് പറയാം. നെക്സ്റ്റ് ഐറ്റം എത്തിയിട്ടുണ്ട് മെക്സിക്കൻ പൊട്ടാറ്റോ. പൊട്ടാറ്റോ വിത്ത് ഒണിയനാണ്. അതിന് മെക്സിക്കൻ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുള്ളൊരു സാധനം. ഉണ്ട് ഇതെവിടെയാണ്? ഓൾറെഡി വയറ് ഫുള്ളായി. അതിന് ശേഷം ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വരിയായി വരുന്നുണ്ട്. വേറൊരു ഫ്രൈഡ് പൊട്ടാറ്റോ ആണ്, അതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. പൊട്ടാറ്റോൻ്റെ കളിയാണ്. കഴിച്ചോ ഇരുട്ട് കളിക്കുന്ന മനുഷ്യ. ഇത് ബാക്കിയുള്ള പൊട്ടാറ്റോ കഴിക്കാൻ പറ്റാത്ത പാർസൽ വാങ്ങിച്ചിട്ടുണ്ട്. ആ പട്ടികൾ അവരുടെ ബാക്കിലുണ്ട്. ആ പട്ടിക്ക് കൊടുക്കൂല നമ്മൾ ഒന്നിച്ച് പിടിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് അത് അണുത്ത് മറക്കുന്നുണ്ട്. എത്തിയിട്ടുണ്ട്. വാ നമ്മളിത് കക്കേറ്റ് റീജിയനിൽ നിന്ന് നമ്മൾ തിരിച്ചെത്തി നമ്മൾ ഹോട്ടലിലെത്തി. ജസ്റ്റ് എത്തിയ സമയത്ത് നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടി 2 ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഇതാണ് ഡേവിഡ്, നമ്മൾ വീഡിയോയിൽ പറയുന്ന നമ്മുടെ ഹൈ ട്രാവൽസിൻ്റെ ഡേവിഡാണ്. ആക്ച്വലി ഹിസ് നെയിം ഈസ് ഡാവിറ്റി ആൻഡ് ഹിസ് പാർട്ട്ണർ ഒട്ടാരി. ഇവർ രണ്ടുപേരും നമ്മളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. ഇതാണ് ഹൈ ട്രാവൽസിൻ്റെ ടീം ആക്ച്വലി. അപ്പോൾ ഇവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വീഡിയോയിൽ. After like some corona situation, business is going on high level here. Yeah, no problem. I'll keep. Okay.
for this year, business is going on high level, especially in travel and tourism. Okay. We had a great experience last time. Actually, ലാസ്റ്റ് ടൈം നമ്മൾ വന്ന സമയത്ത് ഇവരെ ട്രാവൽ ഏജൻസി ത്രൂ ആയിരുന്നു. നമ്മൾ ജസ്റ്റ് റാൻഡംലി നെറ്റ് നോക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട് മുരാരി പറഞ്ഞിട്ട് നമ്മൾ എടുത്തായിരുന്നു. നമുക്ക് വന്നിട്ട് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ എല്ലാ സർവീസുകളും അടിപൊളിയായിരുന്നു, ഫ്ലെക്സിബിൾ ആയിരുന്നു ഇവർ എന്ത് ടൈമിനും ഏതിനും വേണ്ടിയിട്ടും. വാട്ട് ഓൾ ആക്ടിവിറ്റീസ് ഓർ ഫെസിലിറ്റീസ് യു പ്രൊവൈഡ്? We are making a travel package, especially land package with hotels and tours, travel insurance, other activities for groups. We have lunch, dinners, and mostly all inclusions, and flight tickets also we are making to include, but sometimes it's better to book it separately. Okay. Earlier, yes. Okay. അപ്പോൾ ഇവരെ പാക്കേജിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ആക്ച്വലി ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമ്മൾ മുന്നേ എടുത്ത പാക്കേജിലായാലും ഫ്ലൈറ്റ് ടിക്കറ്റ് ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇവരുടെ ടൂർ പാക്കേജ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റേ, അതുപോലെ കാറ്, ഗൈഡ്, ട്രാവൽ ഇൻഷുറൻസ്, ഇതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു പാക്കേജ് ആയിട്ടാണ് ഇവർക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു പാക്കേജാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സ്പെഷ്യലി നിങ്ങളൊന്ന് ജസ്റ്റ് ഏത് ദിവസം വേണം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവർ കസ്റ്റമൈസ് ചെയ്ത് പാക്കേജ് അയച്ചു തരും. യു വിൽ പ്രൊവൈഡ് ദ പാക്കേജ്, ആൻഡ് if someone needs some changes or something, slight changes or something, you will be happy to accommodate, right? Yes, of course. We have also tailor-made package. It means that everything we are preparing as per guest wish. Also, they do provide, High Travels do provide some assistance if you want to invest in Georgia, buy some land or property or commercial land or something. They will be happy to help you actually. Just tell me about that. Yes, we are helping for travelers which ones are looking to buy some apartment or agricultural land. Okay. They can buy it easily in Georgia in one day, and we are supporting this service also. Okay, great. അപ്പോൾ ഇതായിരുന്നു ഡേവിഡ് ആൻഡ് ഒട്ടാരി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവർക്കൊരു ഗിഫ്റ്റ് നമ്മൾ കൊണ്ടുവന്നിരുന്നു ദുബായിൽ നിന്ന്. ദിസ് ഈസ് സം ഗിഫ്റ്റ്സ് ആക്ച്വലി വി bring it from Dubai and actually from India also. We are from India, so these are some items for you. Some Indian sweets, UAE, dates. Yeah, dates and chocolates are there actually. For us. Yeah. So hope you like it, and thank you so much for inviting us, and thank you for the opportunity to come to Georgia and visit other places also. So we hope to come again, right? Yes, hope we will meet again in Yeah, Georgia with your friends. sure. Yeah, thank you so much. Thank you very much. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ കക്കേറ്റി റീജിയനിലെ വീഡിയോസ്. സിഗ്നാഗി സിറ്റിയിൽ നിന്ന് നമ്മളിതാ സിഗ്നാഗി ടൗണിൽ നിന്ന് അല്ലേ നമ്മൾ പോവുകയാണ്. ബോത്ത് ബേ കണ്ട് സിഗ്നാഗി സിറ്റിയൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു. സൂപ്പർ ഫുഡാണ്. ജോർജിയയിൽ വരുന്നുണ്ടെങ്കിൽ ജോർജിയ ഫുഡ് ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയാം. ഇന്നലെ കഴിച്ച ഫുഡിനേക്കാളും ബെറ്റർ ആയിട്ട് ഇന്നത്തെ ഫുഡ് ഹോം മെയ്ഡ് ഫീലുള്ളൊരു സംഭവമായിരുന്നു. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ എന്താ പറയുക ടൗണല്ല, ആക്ച്വലി വില്ലേജ് ഏരിയ ആണ്. അവിടെ വന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണമുണ്ട് ആ ഫുഡിന്. അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു വീഡിയോ. അപ്പം ഇപ്പൊ പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ജോർജിയൻ വീഡിയോയിൽ കാണാം. ബൈ.